തങ്ങൾ പെണ്ണുങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയാണെന്ന് മുത്തുനബി പറഞ്ഞ വാർത്തയുണ്ടല്ലോ. പ്രവാചകന്റെ മറ്റുള്ള ഭാര്യമാരുടെ ചെവിയിലെത്തുകയാണ്. അവർക്കതങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടില്ല. ഒരിക്കലും അള്ളാഹുവിന്റെ പ്രവാചകം തന്റെ ഭാര്യമാരുടെ ഇടയിൽ വേർതിരിവ് കാണിച്ചെന്ന് നിങ്ങൾക്ക് ഒരിക്കലും തോന്നരുത്. അള്ളാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ ആയിരുന്നില്ല. എല്ലാ ഭാര്യമാരോടും അള്ളാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത ഇഷ്ടമായിരുന്നു. അതവരവരുടെ ചില കാര്യങ്ങൾ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾക്ക് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയോട് വല്ലാത്ത സ്നേഹമായിരുന്നു. എന്തു പറഞ്ഞാലും നബി തങ്ങൾ പറയുമായിരുന്നു, ഖദീജ ഖദീജ, എന്റെ ഖദീജ എങ്ങനെയാണ്, എന്റെ ഖദീജ ഇങ്ങനെയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനും മരിക്കുന്ന കാലം വരെ ഖദീജയെ കുറിച്ച് പറയുമായിരുന്നു. ആരെങ്കിലും നല്ല ഒരു ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്താ അള്ളാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഭക്ഷണം ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്ക് കൊടുക്കുമായിരുന്നു. പ്രവാചകന് ഖദീജയോട് വല്ലാത്ത ഇഷ്ടമാണ്. ഇതുപോലെ ഓരോരുത്തരോടും പ്രവാചകന് വല്ലാത്ത ഇഷ്ടമാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യമാര് നബി തങ്ങളുടെ മുന്നിൽ വന്ന് പറയാൻ കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും കൂടെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ പ്രിയപ്പെട്ട പൊന്നുമോള് മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയെ പിടിക്കുകയാ. എല്ലാവരും ഫാത്തിമ ബീവിയെ വിളിക്കുകയാണ്. എന്നിട്ട് മറ്റുള്ള ഭാര്യമാരും മുഴുവനും ഫാത്തിമ ബീവിയോട് പറഞ്ഞു, ഫാത്തിമ, നിന്നെക്കാലം അള്ളാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത ഇഷ്ടം ആയിഷയാണ്. ആയിഷയോട് പ്രവാചകന് വല്ലാത്ത ഇഷ്ടമാണ്. നിന്നെക്കാലും വലിയ ഇഷ്ടമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നീ നിന്റെ വാപ്പയോട് ചോദിക്കണം. അതാ സഹോദാ ഉമ്മമാരെല്ലാവരും കൂടെ ആയിഷ ബി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുക്കുകയാ. അങ്ങനെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് കടന്നു ചെന്നു. തന്റെ പ്രിയപ്പെട്ട പിതാവായ മുത്തുനബിയുടെ ചാരത്ത് ചെന്നിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, ഉപ്പാ, ലോകത്ത് ഉപ്പാനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആയിഷ ബീവിയോടാണോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകളാണ് ചോദിക്കുന്നത്. ഫാത്തിമത്തു ഖിതഅതു മിൻ ഖബ്ദി, എന്റെ കരളിന്റെ കഷ്ടമാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ പൊന്നുമോളാണ്. അവിടെന്ന് ചോദിക്കുന്നത്, വാപ്പാ, എന്നെക്കാലും ഇഷ്ടം ആയിഷയോടാണോ? അള്ളാഹുവിന്റെ പ്രവാചകനോട് അവിടെ നിന്ന് ചോദിക്കുമ്പോ മുത്തുനബി തന്റെ പൊന്നാര മകളോട് ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? മോളെ ഫാത്തിമ, എന്നെ നിനക്കിഷ്ടമാണോ ഫാത്തിമ? അല്ലാഹുവിന്റെ റസൂല് ഫാത്തിമ ബീവിയോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. എന്നെ നിനക്കിഷ്ടമാണോ ഫാത്തിമ? എന്തൊരു ചോദ്യമാ വാപ്പാ, എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ്. നിങ്ങൾ എന്റെ കരളിന്റെ കഷ്ടമല്ലേ? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന പിതാവിനോട് പറയുമ്പോ റസൂലുള്ള പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മോളെ ഫാത്തിമ, ആയിഷാനെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ആയിഷാനെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അതുകൊണ്ട് നീയും സ്നേഹിക്കണം ഫാത്തിമ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നാര മകളോട് അവിടെ നിന്ന് പറയുന്നു, എനിക്ക് ആയിഷാനെ ഇഷ്ടമാണ്. അതുകൊണ്ട് നീയും അവിടെ നിന്ന് ഇഷ്ടപ്പെടണം. അല്ലാഹുവിന്റെ പ്രവാചകന് പറയുന്നത് കേട്ടപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് നിന്ന് മടങ്ങി പോവുകയാ. ഇത് കേട്ടപ്പോൾ ആയിഷ ബീവിക്ക് വല്ലാത്ത സന്തോഷമായി. ആയിഷ ബീവിക്ക് വല്ലാത്ത സന്തോഷമായി. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആയിഷ ബീവി സന്തോഷം കാരണം അവിടെ നിന്ന് തുള്ളിച്ചാടുകയാ. കാരണം റസൂലുള്ള എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്നേഹം എന്നോടാണല്ലോ. ആയിഷ ബീബിക്ക് വല്ലാത്ത സന്തോഷമായി. അല്ലാഹുവിന്റെ പ്രവാചകനെ കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. അവസാനം അല്ലാഹുവിന്റെ റസൂലിന്റെ മടിത്തട്ടിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുകയാണ്. ആയിഷ ബീബി ചിരിക്കുന്നുണ്ട്, വല്ലാത്ത സന്തോഷത്തിലാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിത്തട്ടിൽ കിടക്കുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം നബിയേ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം നബിയേ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മുത്തി നബിയോട് പറയുന്നു, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ദുആ ചെയ്യാം ആയിഷ. ഇല്ല നബിയേ, ഇപ്പോ ദുആ ചെയ്യണം നബിയേ, ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഇപ്പോ ഇവിടെ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യണമെന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ തന്റെ ഇരുകരങ്ങൾ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് ഉയർത്തുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷ, അല്ലാഹുവേ
എന്റെ ആയിഷയ്ക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. എന്റെ ആയിഷ അറിഞ്ഞു ചെയ്തത്, അറിയാതെ ചെയ്തത്, രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, പടച്ചവനെ എന്റെ ആയിഷയുടെ എല്ലാ പാപങ്ങളും നീ പൊറുക്കണേ അല്ലോ, എല്ലാ തെറ്റുകളും നീ പൊറുക്കണേ അല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകനതാ തന്റെ പ്രിയപ്പെട്ട ഭാര്യ മടിത്തട്ടിൽ കിടക്കുമ്പോ പടച്ചറബിന്റെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് മുത്തുനബി അവിടുന്ന് ദുആ ചെയ്യുകയാ. അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് ദുആ ചെയ്ത് കഴിയുമ്പോ ആയിഷ കിടന്ന് ചിരിക്കുകയാണ്. സന്തോഷം കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ മടിത്തട്ടിൽ കിടന്ന് ചിരിക്കുകയാ. അതാ ചിരിച്ച് ചിരിച്ച് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ നബിതങ്ങളുടെ മടിയിൽ നിന്ന് താഴെ നീ വല്ലാതെ ചിരിക്കുന്നല്ലോ, അതിന്റെ കാരണം എന്താണെന്ന് മുത്തുനബി അവിടെന്ന് ചോദിക്കുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകര് എനിക്ക് വേണ്ടി ദുആ ചെയ്തല്ലോ, എന്റെ പാപങ്ങൾ പുറക്കാൻ ദുആ ചെയ്തല്ലോ, അല്ലാഹു എനിക്ക് സ്വർഗ്ഗം തരുന്നതിന് വേണ്ടി ദുആ ചെയ്തല്ലോ. ഇതിനേക്കാളും വലിയ എന്താണ് എനിക്ക് വേണ്ടത്? ഇതിനേക്കാളും വലിയ സന്തോഷം എന്താണ് വേണ്ടത്? ഇതുപോലെ വേറെ ഒരാൾക്കും ദുആ കിട്ടിയിട്ടില്ല. നിനക്ക് മാത്രമല്ല ആയിഷ, നിനക്ക് മാത്രമല്ല ആയിഷ, ഞാൻ ഇതുപോലെ എല്ലാ ദിവസവും 5 നേരം നമസ്കാരം കഴിയുമ്പോ 5 വഖത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ ദിവസവും ഓരോ ദിവസവും 5 നേരം അവിടുന്ന് ദുആ ചെയ്യും ആയിഷ. 1400 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ലോകത്തിന്റെ നേതാവ് പറയുകയാ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞുകൊടു, ആയിഷ ഞാൻ 5 വഖത്ത് നമസ്കാരം കഴിയുമ്പോ എല്ലാ ദിവസവും ഞാനുണ്ട്. ആർക്കാണ് നബിയേ, ആർക്കാണ് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, ആയിഷ ഞാൻ ആർക്ക് വേണ്ടിയാ ദുആ ചെയ്യുന്നതെന്നറിയുമോ? എന്ന് വന്ന് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങള്, ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന നിനക്ക് വേണ്ടി അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി, ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യന് വേണ്ടി ഖിയാമത്ത് നാൾ വരെ കടന്നു വരുന്ന മുസ്ലിമീങ്ങളുണ്ടല്ലോ, ആ ഖിയാമത്ത് നാൾ വരെ കടന്നു വരുന്ന മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അതങ്ങനെ ജീവിച്ചിരുന്നപ്പോ ഓരോ വഖത്ത് നമസ്കാരം കഴിയുമ്പോഴും നമുക്ക് വേണ്ടി ദുആ ചെയ്യുമായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ നമ്മളെ വല്ലാതെ സ്നേഹിച്ച നബിയല്ലേ, നമ്മളെ വല്ലാതെ ഇഷ്ടപ്പെട്ട നബിയല്ലേ. നമ്മൾ അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിച്ചില്ലെങ്കിലും നബിതങ്ങൾക്ക് നമ്മളെ വല്ലാത്ത ഇഷ്ടമായിരുന്നു, നമ്മളോട് വല്ലാത്ത സ്നേഹമായിരുന്നു. ആ പ്രവാചകൻ നമ്മളെ വല്ലാതെ സ്നേഹിച്ചിരുന്നു. പക്ഷേ ആ സ്നേഹം തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ലല്ലോ. നമുക്ക് ആരാണ് മുത്തുനബി പ്രവാചകന്റെ ചരിത്രം വായിക്കാൻ സമയമില്ലല്ലോ. ആ പ്രവാചകൻ ആരായിരുന്നു എന്ന് പഠിക്കാൻ വരുമ്പോ അറിയണം സഹോദര, നബിതങ്ങളാരാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മഹത്വം എന്താ. അല്ലാഹു തആല ഒട്ടകത്തിന്റെ കട്ടിലിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങുകയാണ്. വിജനമായി കിടക്കുന്ന സ്ഥലത്ത് പോയിട്ട് അവർ മലമൂത്ര വിസർജനം നടത്തുകയാ. അവരുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അതാ പെണ്ണുങ്ങൾ അതാ തിരിച്ചു കയറുകയാണ്. ആയിഷാബികൾ മുഴുവനും പോകുകയാണ്. എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കിടന്നു ചെന്നു. അതാ അവരുടെ ആവശ്യങ്ങൾ ഇങ്ങനെ നടത്തിയിട്ട് തിരിച്ചു വരുമ്പോ ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ കഴുത്തിൽ നോക്കുമ്പോ അല്ലാഹുവേ താൻ വല്ല